ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അത് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ താഴെ ഉണ്ണിയുടെ വെയിറ്റിനെ കുറിച്ചിട്ട് വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം നമ്മുടെ ഏജിലുള്ള കുട്ടികളുടെ അമ്മമാർ കുറേ നമ്മുടെ ഉണ്ണിയുടെ ഏജിലുള്ള കുട്ടികളുടെ അമ്മമാരാണ് അധികം നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് അവരെപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ വെയിറ്റ് വരുന്നത് 9 കേട്ടോ. കറക്റ്റ് 9 ഇപ്പോൾ വെയിറ്റ് വന്നിട്ടുള്ളത്. എന്താ പറയുക, അതിപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ ഒരു മാസം മുമ്പ് നോക്കിയപ്പോൾ 9ൻ്റെ അടുത്തെത്താറായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഉണ്ണിയുടെ വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, അവൾ വെയിറ്റ് കുറവാണ്. പക്ഷേ നോർമലാണ് കേട്ടോ, ചാർട്ടിൽ നോർമലാണ്. എന്താ വെച്ചാൽ നല്ല നമ്മുടെ വെയിറ്റ് കുറഞ്ഞിട്ട് അണ്ടർ വെയിറ്റ് അല്ല, നോർമൽ വെയിറ്റ് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു ഏജിനനുസരിച്ചുള്ളൊരു കറക്റ്റ് വെയിറ്റ് ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ നോക്കിയിട്ട് കുട്ടികളുടെ വെയിറ്റൊക്കെ നിങ്ങൾ നോക്കുക. ഇവിടുത്തെ ഉണ്ണിയുടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഉണ്ണി വെയിറ്റ് കുറവാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോയി കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരമല്ല, തൃശ്ശൂർ പുലിക്കളി കേട്ടോ. അപ്പോൾ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെയൊക്കെ പോകാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് പോകാറുണ്ട്. എനിക്കങ്ങനെ വലിയ ബഹളമുള്ളിടത്തേക്ക് തന്നെ പോകുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ കയറി പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് പോവാം എന്നുള്ളതിൽ അങ്ങനെ പോയി. നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് 3 മണി കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ. 3 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് തോന്നുന്നു. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് റൗണ്ടിലാണ്. ആ സമയത്ത് റൗണ്ടിൽ പിന്നെ ബസ്സൊന്നും ഓടണില്ല, എല്ലാം ബ്ലോക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഓരോ ടീം ഇങ്ങനെ വരണേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് തിരക്കൊക്കെ കുറവുണ്ട് കേട്ടോ. അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അതുപോലെ ആൾക്കാരൊക്കെ എല്ലാവരും ഇങ്ങനെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രൈസ് ഉണ്ട് ഇതിനൊക്കെ ഏട്ടൻ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ ഉണ്ണിയുള്ള കാരണം നമുക്ക് നല്ല തിരക്കിലേക്കാണ്ട് ഇറങ്ങി എന്നിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ണീനെ കൊണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ഒഴിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് കുട്ടീനായിട്ട് അങ്ങനെ ചെല്ലാനും പറ്റില്ലല്ലോ. നല്ല അത് കാരണം വീഡിയോസിന് അത്ര, പിന്നെ ഇത് സൂം ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇത്ര അടുത്തുനിന്നുള്ള പോലെ തോന്നണത്. കുറേ അകലെയാണ്, നമ്മൾ നല്ല ബാക്കിലായിട്ടൊന്നും ഇരുന്ന്. അപ്പോൾ അത് കാരണം വീഡിയോസ് നല്ല രീതിക്ക് അങ്ങോട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അതുപോലെ പുലിക്കളിയൊക്കെ നടക്കണം, അടിപൊളിയായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്കത് കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ തിരക്കി ചെന്നാൽ പറ്റും, പക്ഷെ നമ്മളിനി അങ്ങോട്ട് കൈവിട്ട് പോകും വേണ്ട. രണ്ടുപേരും റൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺഫ്യൂഷനാണ്. റൗണ്ടിൽ വിട്ടുപോയാൽ പിന്നെ എങ്ങനെ പോകേണ്ടത്, പിന്നെ പ്രത്യേകിച്ച് ഇരുട്ടായി വരും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. പിന്നെ ഈ ഹരിതകർമ്മസേന അവരുടെ ഒക്കെ റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് രൂപങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തം വോയിസ് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പിന്നെ അങ്ങനെ ആ ഒരു ഒറിജിനൽ സൗണ്ട് അതിൻ്റെ വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ റിപ്പോർട്ടർ TV ഉണ്ടല്ലോ 24ൻ്റെ, അവർ മനോരമ അങ്ങനെ ന്യൂസ് ഇതാട്ടോ. അതുപോലെ ഒരുപാട് DVക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതൊക്കെ ഇങ്ങനെ ലൈവ് ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളും ഇങ്ങനെ പുലിയുടെ അടുത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾ, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വേഷം കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. ഞങ്ങൾ നല്ല വൈകുന്നേരം 7 മണി സമയം, 7 മണി 7:30 ആയപ്പോൾ തോന്നുന്നുണ്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കാരണം നല്ല ഇനിയും ഞങ്ങൾ കാണാത്ത കാര്യങ്ങളും ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിയാൻ വേണ്ടി കാത്തുനിന്നാൽ നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പോവാന്നുള്ളൊരു ഇത് തിരക്ക് പിടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം പിന്നെ എനിക്ക് നല്ല തിരക്കുണ്ട്. അപ്പോൾ പിന്നെ ഇത് കഴിയാനൊക്കെ നിന്നാൽ പിന്നെ നല്ല ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയല്ല ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അതാട്ടോ. Okay.
ഒക്കെ വണ്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം കുട്ടിക്കാരനാ തത്ത മോദി കാണിച്ച കുട്ടിക്ക് കൊടുത്താ തത്ത കാണിച്ച സന്തോഷായോ സന്തോഷായോ ഡാൻസ് കളിക്കുന്നത്
ഇതൊക്കെയാണ് പുലിക്കളിയുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.